ഹായ് ഓൾ, വെൽക്കം ടു പ്രിപ്സ്കെയിൽ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ബിരുദധാരികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഏവരും കാത്തിരുന്ന ഇലക്ട്രീഷ്യൻ ഇൻ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഓവർസിയർ ഗ്രേഡ് 1 ഇൻ KTDC, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്, ഈ 3 എക്സാമുകളുടെ ഡേറ്റ് PSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ 3 തസ്തികൾക്ക് കൂടെയുള്ള എക്സാം ഒരു സിംഗിൾ എക്സാം ആയിട്ടാണ് PSC കണ്ടക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സാം PSC കണ്ടക്ട് ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 30 സോ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് 12/7/2024, അതായത് ജൂലൈ 12 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കുക. അതിൽ നമ്മുടെ ഇലക്ട്രീഷ്യൻ ഇൻ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 040/2023 ആണ്. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇൻ KTDC അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 252/2023 ആണ്. അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 672/2023 ആണ്. അപ്പം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കുക. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ 3 തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഒരു കോമൺ എക്സാം ആയിട്ടാണ് PSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം അതിൻ്റെ സിലബസ് എന്താണ് അവൈലബിൾ ആണ്. സോ നമുക്ക് സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ സിലബസിലോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 10 മൊഡ്യൂളാണുള്ളത്. ഓക്കെ, ടോട്ടൽ 10 മൊഡ്യൂൾ ഉണ്ട്. ഈ 10 മൊഡ്യൂളിലെ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിനായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഏതെല്ലാം മൊഡ്യൂൾ എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഒരു മൊഡ്യൂളാണ്, നമ്മുടെ മൊഡ്യൂൾ 1. ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടേംസുകളായിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ എന്താ നമ്മുടെ സർക്യൂട്ട് ലോസ് ആയിട്ടുള്ള KVL ആൻഡ് KCL. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ഈ മൊഡ്യൂളിൽ നിന്ന്, അതായത് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ നമുക്ക് ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പോർഷൻസ് നോക്കാം. അവിടെ നമുക്ക് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കപ്പാസിറ്റേഴ്സ്. സോ കപ്പാസിറ്റേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റർ, അതേപോലെ തന്നെ ലൈറ്റ്നിങ് ഫിനോമിന, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ, ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത്, കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇലക്ട്രോമാഗ്നറ്റ്സിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെർമിയബിലിറ്റി, അതേപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, റിലക്റ്റൻസ്, MMF, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡക്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാവുന്നതാണ്. പിന്നെന്താ ഫ്ലെമിങ്സ് ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നുള്ള ആ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും പഠിക്കാനുള്ളത്. ഇവിടുന്ന് എന്താണ് നമുക്ക് 10 മാർക്കിന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായി നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ആ AC സിസ്റ്റത്തിൽ നമ്മുടെ AC വോൾട്ടേജ് ആൻഡ് AC കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള RMS വാല്യൂ, ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, അതേപോലെ തന്നെ നമ്മുടെ ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ തുടങ്ങിയ നമ്മുടെ AC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഈ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. നമ്മളൊരു ഡിപ്ലോമ ലെവൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ന്യൂമറിക്കൽസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് AC ത്രൂ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് AC കറണ്ട് കടന്നു പോകുമ്പം റെസിസ്റ്റർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻഡക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, കപ്പാസിറ്റർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമുക്ക് 3 ഫേസ് സിസ്റ്റം വരുമ്പോൾ അവിടെ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, പിന്നെ അതേപോലെ തന്നെ 3 ഫേസ് സിസ്റ്റം, ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിലും അതേപോലെ തന്നെ ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിലും ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള കുറച്ച് റിലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം എന്നുള്ള നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടുത്തത് വരുന്നത് നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ 4ാമത്തെ മൊഡ്യൂളാണ് മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഈ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമുക്ക്
വേരിയസ് ടൈപ്പ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ പറ്റി പഠിക്കാനുണ്ട്. അവിടെ തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അത് ഇവിടെ നമ്മൾ പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്, സെക്കൻഡറി ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന നമ്മുടെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, അതേപോലെ തന്നെ വോട്ട് മീറ്റർ, എനർജി മീറ്റർ തുടങ്ങിയ മീറ്റേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് പഠിക്കാനുണ്ട്, ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, അതായത് നമ്മുടെ ബ്രിഡ്ജസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് പവർ ഫാക്ടർ മീറ്റർ, സിംഗ്രോസ്കോപ്പ്, ടൈം ഓഫ് ഡേ മീറ്റർ, CRO, ഇൻസുലേഷൻ മെഗർ ആൻഡ് എർത്ത് ടെസ്റ്റർ, മൾട്ടിമീറ്റർ, അതേപോലെ തന്നെ നമുക്ക് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ള ആ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി ആൻഡ് സോളാർ സെൽ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഷോക്കിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ റിക്വയർമെൻറ്റ് ഫോർ അവോയ്ഡിങ് ഇലക്ട്രിക് ഷോക്കിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ എന്താ നമ്മുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് കെയറിംഗ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു പവർ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, എത്ര സെൽസ് വേണം എന്നുള്ള രീതിയിലുള്ള ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 6ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പം അവിടെ നമുക്ക് എന്താ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ, നമ്മുടെ ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ എന്നുള്ള ആ ഒരു സെഷനാണ് വരുന്നത്. അവിടെ നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് വയറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതേപോലെ എന്താ നമ്മുടെ കോൺഡ്യൂട്ട് വയറിംഗ്, ക്ലീറ്റ് വയറിംഗ്, അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് വയറിംഗ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മുടെ വയറിംഗ് ആക്സസറീസ്. ഓക്കെ, അവിടെ നമുക്ക് ഫ്യൂസ്, കാട്രിഡ്ജ് ആൻഡ് ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസസ്, പിന്നെ സ്വിച്ചസ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അയൺ ക്ലാഡ് ഡബിൾ പോൾ, അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ, ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, പിന്നെ സേഫ്റ്റി ഡിവൈസസ് ആയിട്ടുള്ള MCB, ELCB, RCCB. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നെന്താ ഇലക്ട്രിക്കൽ ഇലൂമിനേഷൻ, നമ്മൾ ഇലൂമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എർത്തിങ്. ഓക്കെ, പൈപ്പ് എർത്തിങ്ങും പ്ലേറ്റ് എർത്തിങ്ങും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂളായിട്ടുള്ള വയറിംഗ് ആക്സസറീസ് എന്നുള്ള ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ 7ാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ അവിടെ നമുക്ക് DC മെഷീൻസ് ആണ് പഠിക്കാനുള്ളത്. സോ DC മെഷീൻസിൽ DC ജനറേറ്റർ, DC മോട്ടോർ, ഈ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ മെഷീൻസിൽ ഏത് മെഷീൻ ആയിക്കോട്ടെ, DC മെഷീനോ അല്ലെങ്കിൽ AC മെഷീനോ ആയിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ EMF ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ EMF ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ മോട്ടോർസിൻ്റെ കേസിലാണെങ്കിൽ ടോർക്കും അതേപോലെ തന്നെ സ്പീഡും തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് DC ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കാനുണ്ട്, വർക്കിംഗ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ, അവിടെ തന്നെ നമുക്ക് ഷണ്ട്, കോമ്പൗണ്ട്, പിന്നെ അതേപോലെ തന്നെ സീരീസ്, ആ രീതിയിൽ നമുക്ക് DC മെഷീൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ആ കാര്യം പഠിക്കാനുണ്ട്. EMF ഇക്വേഷൻ, വേവ് ആൻഡ് ലാബ് വൈൻഡിങ്, നമ്മൾ DC മെഷീൻസിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് ഇൻപുട്ട് ക്യാര, അതേപോലെ തന്നെ ടോർക്ക് സ്പീഡ് ക്യാര, അതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് DC മെഷീൻസിൻ്റെ കേസിൽ പഠിക്കാനുണ്ട്. പിന്നെ എന്താ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ്. ഇനി DC മോട്ടോറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ കൺസ്ട്രക്ഷൻ അവിടെ പഠിക്കാനുണ്ട്, വർക്കിംഗ്, ടൈപ്സ്, EMF ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലംസ്. ഓക്കെ, നമ്മുടെ ടോർക്കും EMF ഇക്വേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ് വേരിയസ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോൾ, ടെസ്റ്റിംഗ്, അതേപോലെ തന്നെ നമ്മൾ മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ 7ാമത്തെ മൊഡ്യൂളായിട്ടുള്ള DC മെഷീൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പം അവിടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് AC മെഷീൻസും പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ മെഷീൻസും ആണ് ഉള്ളത്. അതിൽ AC മെഷീൻസിൽ ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമ്മുടെ എന്ത് വരുന്നുണ്ട്, ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അവിടെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, ടൈപ്സ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ, കോർ ടൈപ്പ്, ഷെൽ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് പഠിക്കാനുണ്ട്. EMF ഇക്വേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ഇതൊക്കെ എന്താണ് EMF ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ലോസസ്, എഫിഷ്യൻസി, ഓൾ ഡേ എഫിഷ്യൻസി, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ്. ഓക്കെ, നമുക്കിവിടെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്താ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കാര്യങ്ങൾ മാത്രം പഠിക്കാനേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ അല്ലെങ്കിൽ അസിങ്ക്രോണസ് മെഷീൻ. ഓക്കെ, അസിങ്ക്രോണസ് മെഷീനിൽ അതിൻ്റെ എന്താ പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. കൺസ്ട്രക്ഷൻ, അതായത് നമുക്ക് സ്ക്വിറൽ ഗേജ്, സ്ലിപ്പറിംഗ് ഇൻഡക്ഷൻ മോട്ടോർ, അങ്ങനെ കൺസ്ട്രക്ഷൻ ടൈപ്പിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ആ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എന്താ ടോർക്ക് സ്ലിപ്പ്, ലോസസ്, എഫിഷ്യൻസി, പിന്നെ പവർ സ്റ്റേജസ്, സ്പീഡ് കൺട്രോൾ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്റ്റാർട്ടേഴ്സ്, നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ്, പിന്നെന്താ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, അതേപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ എന്താ നമ്മൾ സിങ്ക്രോണസ് മെഷീൻസിലേക്ക് വരികയാണ്. സിങ്ക്രോണസ് മെഷീൻസിൽ നമുക്ക് ഓൾട്ടർനേറ്റർ, അതായത് സിങ്ക്രോണസ് ജനറേറ്ററിനെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സിങ്ക്രോണസ് മോട്ടോഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. സിങ്ക്രോണസ് മോട്ടോഴ്സിനെ പറ്റിയിട്ട് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല.
അവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് സിങ്ക്രോണസ് ജനറേറ്ററാണ്. സോ സിങ്ക്രോണസ് ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, EMF ഇക്വേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ AC മെഷീൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സ്പെഷ്യൽ മെഷീൻസ്. ആ ഒരു സ്പെഷ്യൽ മെഷീനിലാണ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനൊക്കെ പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് അവിടെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ഹോഴ്സ് പവർ മോട്ടോഴ്സ്. ഓക്കെ, ആ മോട്ടോഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ എന്താ നമ്മുടെ സ്പെഷ്യൽ മെഷീൻസ്, സ്പെഷ്യൽ മോട്ടോഴ്സ് ആയിട്ടുള്ള യൂണിവേഴ്സൽ മോട്ടോഴ്സ്, AC സീരീസ് മോട്ടോർ, സെർവോ മോട്ടോർ, സ്റ്റെപ്പർ മോട്ടോർസ്, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ തുടങ്ങിയ നമ്മുടെ സ്പെഷ്യൽ മെഷീൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് ഈ 10 മൊഡ്യൂൾ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് വലിയ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 8ാമത്തെ മൊഡ്യൂളായിട്ടുള്ള AC മെഷീൻസ് ആണ്. സോ അവിടെ നമുക്ക് AC മെഷീൻസിൽ ട്രാൻസ്ഫോമർ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ സിങ്ക്രോണസ് മെഷീൻസ് പഠിക്കാനുണ്ട്, അസിങ്ക്രോണസ് മെഷീൻസ് പഠിക്കാനുണ്ട്, പിന്നെന്താ നമ്മുടെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മെഷീൻസ് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ, ഈ 4 മെഷീൻസിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു 8ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. സോ ഇതായിരിക്കും നമ്മളെ ഈ ഒരു സിലബസിലെ കുറച്ച് വലിയൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ 9ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പം അവിടെ നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് ഉള്ളത്. സോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടാൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, അതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നമ്പർ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ലോജിക് ഗേറ്റ്സ്, ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ. ഓക്കെ, ഇവിടെ എന്താ ബേസിക് ലോജിക് ഗേറ്റ്സും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. സോ ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നു, നോട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് നോർ വെച്ചിട്ട് എങ്ങനെ നാൻഡ് ഓപ്പറേഷൻ ചെയ്യാം തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സും അതിൻ്റെ ഓപ്പറേഷൻസും, അല്ലെങ്കിൽ അവരൊരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും തുടങ്ങിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ലോജിക് ഗേറ്റ്സ് എന്നുള്ള ആ ഒരു പോർഷനിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡിമോർഗൻസ് തിയറം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെന്താ ഹാഫ് ആഡർ, ഫുൾ ആഡർ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആണ് വരുന്നത്, ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്ന ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ് സോൾഡറിംഗ് ടെക്നിക്സ് എന്നുള്ള ആ ഒരു പോർഷനൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ 9ാമത്തെ മൊഡ്യൂൾ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പിന്നെ അടുത്ത 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. സോ ബേസിക്കലി നമുക്ക് പവർ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത് നമ്മുടെ പവർ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ട്രയാക്ക്, ഡയാക്ക്, IGBT, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCR, നമ്മുടെ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ, പിന്നെ എന്താ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇൻവെർട്ടർ, റെഗുലേറ്റഡ് പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ പവർ ഇലക്ട്രോണിക്സിൻ്റെ അപ്ലിക്കേഷനിലേക്ക് വരുന്നതാണ്. നമ്മുടെ ഇൻവെർട്ടർ, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS തുടങ്ങിയത് അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് പവർ ഇലക്ട്രോണിക് ഡിവൈസസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെന്താണ് നമ്മുടെ അപ്ലിക്കേഷനായിട്ട് വരുന്ന ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഈ SCRൻ്റെയും അതേപോലെ തന്നെ ഡയോഡിൻ്റെയും ഒക്കെ അപ്ലിക്കേഷനായിട്ട് വരുന്ന റെക്ടിഫയേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ എന്താ UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് പറ്റി പഠിക്കാനുണ്ട്. അവിടെ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ അപ്ലിക്കേഷനായിട്ടുള്ള റിലാക്സേഷൻ ഓസിലേറ്ററിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ എന്താ നമ്മുടെ പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സും ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സിനെയും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 10 മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു 10 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും നമുക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂളിലുള്ളത്. ഇനി നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മൾ ഈ വരുന്ന ജൂലൈ 1-ാം തീയതി മുതൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു 70 ഡേയ്സ് ക്രാഷ് ബാച്ച്. അതായത് നമ്മുടെ സെപ്റ്റംബർ 30-ാം തീയതി നടക്കുന്ന ഈ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ജൂലൈ 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ. അതായത് ഇപ്പം നിങ്ങൾ സിലബസ് കണ്ടു, ആ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഫുൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആ ഒരു റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സിനോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും. ഈ റെക്കോർഡഡ് വീഡിയോ ക്ലാസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് ഡെയിലി ഓരോ ടോപ്പിക്കുകൾ പഠിക്കാൻ അസൈൻ ചെയ്ത് തരും. ആ ഒരു ടോപ്പിക്കിൻ്റെ എക്സാം ആ ദിവസം ഈവനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഡെയിലി എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ എക്സാമും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മളൊരു ഡിപ്ലോമ ലെവലിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, മെൻ്റർ സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 70 ഡേയ്സ് ക്രാഷ് ബാച്ചിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. എന്താ നമ്മുടെ മുമ്പിലുള്ള വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോർമലി നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ആസ്പിറൻസിനുള്ള എക്സാമിനെ
കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉള്ള തസ്തികകൾക്ക് വളരെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മുടെ ആദ്യം ഈ ഇലക്ട്രീഷ്യൻ ഇൻ മീറ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അതിൽ ഓൾമോസ്റ്റ് ഒരു 215ഓളം പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇൻ KTDC എന്ന് പറയുന്ന ആ ഒരു എക്സാമിന് ഏകദേശം ഒരു 11,000 കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഏകദേശം എന്താണ് ഒരു 9,000ഓളം കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ നോർമലി വരുന്ന ഒരു ഇലക്ട്രിക്കൽ ട്രേഡിൽ വരുന്ന ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ഇത് അപ്ലൈ ചെയ്തവരുടെ നമ്പറാണ്. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇതിലും നമ്പേഴ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമ്മുടെ മുന്നിലുള്ള വളരെ നല്ലൊരു അവസരമാണ്. അപ്പം ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു 70 ഡേയ്സ് ക്രാഷ് ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രിപ്സ്കെയിലുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മുമ്പിൽ ഒരു 90ഓളം ദിവസം നമുക്ക് വരുന്നുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല റാങ്കിൽ എത്താൻ കഴിയും. അപ്പം ഈ ഒരു ബാച്ചിലോട്ടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് പ്രിപ്സ്കെയിലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക.